ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നമ്മുടെ മല്ലു സീരീസ് ചാനലിൽ ഈ ഒരു ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്ടാണ് കാണാൻ പോകുന്നത്. ഈ പാർട്ടിൻ്റെ സ്റ്റാർട്ടിങ് സീൻ തന്നെ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷെന്നാണെങ്കിൽ ആ ഒരു പ്രൈം മിനിസ്റ്റർ മുകളിൽ കഴുത്തി തട്ടി അവളെ മയക്കം ഒടിയിപ്പിക്കുക കേട്ടോ. എന്നിട്ടാണെങ്കിൽ നേരെ ചെന്ന് ആ ഒരു കബോർഡിനകത്തിരിക്കുന്ന നമ്മൾ ഷൂക്കിങ്ങിനെ രക്ഷിക്കുകയാണ്. അപ്പോൾ ഷൂക്കിങ് ചോദിക്കണം, സത്യം പറഞ്ഞു നിനക്ക് എൻ്റെ അടുത്ത് ഫീലിങ്സ് ഉള്ളതുകൊണ്ടല്ലേ നീ എന്നെ രക്ഷിച്ചെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അവൻ പറയണം, എനിക്ക് അതുകൊണ്ടൊന്നുമല്ല, നിനക്ക് അവളുടെ മുഖമല്ലേ, അവിടെ തന്നെ എനിക്ക് അവളുടെ മുന്നേ വെച്ച് ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് രക്ഷിച്ചെന്നൊക്കെ പറയുമ്പോൾ ഇവളിങ്ങനെ പറയണ, അല്ലല്ല എനിക്കറിയാം നിങ്ങൾക്ക് എൻ്റെ മേലെ ഫീലിങ്സ് ഉണ്ടെന്നും. അപ്പോൾ നമ്മൾ ഷെന്നു പറയാണ്, എനിക്ക് സത്യം പറഞ്ഞ് നിൻ്റെ അടുത്ത് ഒരു ചെറിയ സിമ്പതി ഉണ്ടായിരുന്നു, അല്ലാതെ നിൻ്റെ അടുത്ത് വേറൊരു ഫീലിങ്സും ഇല്ല, ആദ്യം നീ അത് മനസ്സിലാക്കുന്നൊക്കെ പറയുന്ന സമയത്തും നമ്മൾ ഷൂക്കിങ്ങിന് ലാസ്റ്റ് ദേഷ്യം വന്ന് അവളും അവിടെ നിന്ന് വരും കേട്ടോ. ഇനിയാണെങ്കിൽ ഇവളാണെങ്കിൽ ആ ഒരു ഹട്ട് പോലൊരു സംഭവം ഉണ്ടല്ലോ, അവരുടെ ഒരു ഓല മേഞ്ഞ പോലത്തെ ഒരു ഹട്ട്, അപ്പോൾ ആ ഹട്ട് പോലെ ഒരു വീടുണ്ട് അവർക്ക് കാടിനകത്ത്. അവിടെയായിരുന്നു ഇവളുടെ അച്ഛൻ താമസിച്ചുകൊണ്ടിരുന്നത്. അങ്ങോട്ട് വന്ന് അച്ഛനെ കാണാനായിട്ട് വരുന്ന സമയത്ത് അച്ഛനാണെങ്കിൽ ഇരിക്കുന്നത്, തൊട്ട് നോക്കുന്ന സമയത്ത് അച്ഛൻ വീഴും, നോക്കുമ്പോൾ കഴുത്ത് വെട്ടിയേക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അവളുടെ ഈ വളർത്തച്ഛൻ വന്ന് മരിച്ചു പോയിരിക്കും. അപ്പോൾ അവളിത് ഷോക്കായി നിൽക്കുന്ന സമയത്ത് അങ്ങോട്ട് വന്ന് മിങ്ങ് വരും കേട്ടോ. മിങ്ങും വന്നിട്ട് ഷോക്കാവണം, അയ്യോ എന്ത് പറ്റിയതാന്നുള്ള രീതിക്ക് അവനും പറയാം കേട്ടോ. എന്നിട്ടാണെങ്കിൽ ഇയാളുടെ കയ്യിലൊരു പേപ്പർ തുണിയുണ്ട്, അതെടുത്ത് നോക്കുന്ന സമയത്ത് അതൊരു ക്ലൂ പോലെയാണ്. നോക്കുന്ന സമയത്ത് അത് ഷെന്നിൻ്റെ ഇതായിട്ട് റിലേറ്റ് ആവുന്നതുകൊണ്ട് എടുത്തോണ്ട് മിങ്ങ് പറഞ്ഞു, എനിക്ക് അപ്പോഴേ അറിയായിരുന്നു അവൻ ആവശ്യം കഴിഞ്ഞാൽ ആൾക്കാരെയൊക്കെ ഒഴിവാക്കുന്നവനാണ്, അവൻ തന്നെ നിൻ്റെ അച്ഛനെ കൊന്നേന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഷൂക്കിങ്ങിനെ ഒരു വിധത്തിൽ പറഞ്ഞങ്ങ് വിശ്വസിപ്പിക്കുവാണ്. എന്നിട്ടാണെങ്കിൽ ഇവളുടെ അച്ഛനെ അടക്കി കഴിയുന്ന സമയത്ത് ഷൂക്കിങ് തീരുമാനിക്കണം, ഇത്രയും കാലം ഞാൻ തന്നെ തെറ്റിദ്ധരിച്ചിട്ടായിരുന്നു റിവെഞ്ച് എടുത്തത്, പക്ഷെ ഇപ്പം നീ ശരിക്കും ചെയ്തത് വല്ലാത്ത ചതിയായിപ്പോയി, അതുകൊണ്ട് നിൻ്റെ അടുത്ത് ഞാൻ എന്തായാലും റിവെഞ്ച് എടുക്കാൻ തന്നെ പോകുന്നതെന്നുള്ളത് ഷൂക്കിങ് തീരുമാനിക്കുവാണ്. ഇതേ സമയം ആ ഒരു പാലസിൽ കാണിക്കും കേട്ടോ. നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോള് വിചാരിക്കുകയാണ്, ഇന്നലെ എന്തായാലും അവൻ ഇൻറ്റിമേറ്റ് ആവാൻ റെഡി ആയതുകൊണ്ട് തന്നെ അവൻ അവളുടെ അടുത്ത് ഫീലിങ്സ് ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ അതിനകത്തുനിന്നുള്ള കാര്യം അവന് നന്നായിട്ട് അറിയായിരുന്നു. എന്നിട്ട് അവൻ ഇൻറ്റിമേറ്റ് ആവാൻ വന്ന സ്ഥിതിക്ക് അങ്ങനെ തന്നെ ആയിരിക്കുന്നു വിചാരിച്ചിട്ട് ഇവള് വേറൊരു പ്ലാൻ ഇടുക. കാരണം ഇവൾക്ക് ആ ടൈഗർ ടോക്കൻ ഇവളുടെ കയ്യിൽ കിട്ടണമല്ലോ, അപ്പോൾ അതിനുവേണ്ടി പ്ലാൻ ഇടുക. അതിന് വേണ്ടി ഒരു വൈനകത്ത് മയക്കുമരുന്ന് കലക്കിയിട്ട് ഇവന് കൊണ്ടുവന്ന് കൊടുക്കുക കേട്ടോ. പക്ഷേ ഇവനാണെങ്കിൽ ഇവളിങ്ങനെ ക്ലോസ് ആയി വരുന്നതൊന്നും വലിയ കാര്യമായിട്ട് മൈൻഡ് ചെയ്യാതെ ആ ഒരു വൈൻ കുടിപ്പിക്കാൻ നിൽക്കുന്ന സമയത്ത് അത് ഇവളെ കൊണ്ട് തന്നെ കുടിപ്പിക്കുക കേട്ടോ. അപ്പോൾ ഇവൾക്കാണെങ്കിൽ ആകെ മയക്കോടയുന്ന സമയത്ത് അങ്ങോട്ട് വന്ന് ഷൂക്കിങ് വരികയാണ്. അപ്പോൾ ഷൂക്കിങ് വന്നിട്ട് ഈ ഒരു ചാൻസ് റിവെഞ്ച് എടുക്കാനായിട്ട് ഉപയോഗിക്കുകയാണ്. എന്നിട്ട് അവളാണെങ്കിൽ ഈ ഒരു പെണ്ണിൻ്റെ വേഷത്തിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കുക കേട്ടോ. പക്ഷെ ഇവളെ കാണുമ്പോൾ തന്നെ നമ്മുടെ ഷെന്നിന് മനസ്സിലായി ഇത് വന്ന് വേറെ ആരുമില്ല, നമ്മുടെ ഷൂക്കിങ് ആണ്. പക്ഷേ ഈ ഷൂക്കിങ്ങിന് മനസ്സിലായിട്ടില്ല, ഷെന്നിന് വന്നിട്ട് ഇവളാന്നുള്ള കാര്യം മനസ്സിലായി എന്നുള്ളതും ഷൂക്കിങ്ങിന് അറിയത്തില്ല കേട്ടോ. എന്നിട്ട് ഷൂക്കിങ് ചോദിക്കണം, എൻ്റെ കൂടെ ഇങ്ങനെ ലാന്തേൺ വിളക്കിൻ്റെ ഫെസ്റ്റിവൽ വരുമെന്ന് ചോദിക്കുന്ന സമയത്ത് ഇവനിത് ഷൂക്കിംഗ് ആണെന്ന് അറിയാലോ, അപ്പോൾ അവളുടെ കൂടെ ഇച്ചിരിയെങ്കിലും നേരം സ്പെൻഡ് ചെയ്യാലോ വെച്ചിട്ട് അവനെ ഓക്കെ പറയും കേട്ടോ. എന്നിട്ട് അവർ ഹാപ്പി ആയിട്ട് പോകാം. അതുമാത്രമല്ല അവിടെ ചെല്ലുന്ന സമയത്തും ഇവിടെ ഒരു ആചാരം പോലെ ഒരു സംഭവമുണ്ട്. അവിടെ കപ്പിൾസിനൊക്കെ ഇവരുടെ പെൻഡൻറ്റിലൊരു സംഭവം പോലെ ഒരു നമ്മുടെ ആഗ്രഹമൊക്കെ എഴുതിയിട്ട് രണ്ടുപേരും ഒരുമിച്ച് എറിയുവാണെങ്കിൽ നല്ല ഹൈറ്റിൽ പോവാണെങ്കിൽ അവർ കുറേ കാലം ജീവിക്കുന്ന. അപ്പോൾ ഇവൻ പറയണത് നമുക്കിത് എറിഞ്ഞു നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടി എറിയുന്ന സമയത്ത് അത് ഭയങ്കര ഹൈറ്റിലാണ് പോയി വീഴുന്നത്. അപ്പോൾ അവൻ പറയണത്, ഓ അപ്പോൾ നമ്മൾ മൂത്ത് നരയ്ക്കുന്നവരെ നമ്മളിങ്ങനെ കപ്പിൾസായിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കില്ല എന്നൊക്കെ പറയും കേട്ടോ. സത്യം പറഞ്ഞാൽ ഇത് ഇവൻ വന്നിട്ട് ഷൂക്കിംഗ് ആണെന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. പക്ഷേ ഷൂക്കിംഗ് വിചാരിക്കുന്നത്, ഓ അപ്പോൾ ഇവൻ പറഞ്ഞ പോലെ തന്നെ ഇവൻ എൻ്റെ മേലെ ഫീലിങ്സ് ഇല്ല, ഇവൻ സത്യം പറഞ്ഞാൽ എന്നൊരു ടൂളായിട്ട് മാത്രം യൂസ് ചെയ്താൽ പറഞ്ഞിട്ട് ഇവൾക്ക് ഒന്നാമത് റിവെഞ്ച് ആയി, അതിൻ്റെ കൂടെ ഇതും കൂടി ആയപ്പോൾ അവൾക്ക് ഭയങ്കര ദേഷ്യമാവും കേട്ടോ. എന്നിട്ടാണെങ്കിൽ അച്ഛന് ചെയ്യേണ്ട അച്ഛൻ്റെ സ്മരണയ്ക്ക് വേണ്ടിയിട്ട് വിളക്കൊക്കെ എത്തിച്ചിട്ട് ആ ഒരു പുഴയിൽ ഒഴുക്കും. അത് ഒഴുക്കുന്ന സമയത്ത് പറയുകയാണ്, അച്ഛ എന്തുമായാലും നിങ്ങളുടെ മരണത്തിനുള്ള റിവെഞ്ച് ഞാൻ ഇന്ന് എടുത്തിരിക്കുന്നു പറഞ്ഞിട്ട് അവളെ ഒരു കുഞ്ഞൊരു കത്തിയുണ്ട് കേട്ടോ. അത് വെച്ചിട്ട് ഇവൻ്റെ വയറ്റിലേക്ക് കുത്തുവാണ്. മാത്രമല്ല കുത്തി കഴിയുന്ന സമയത്ത് ഇവൻ ചോദിക്കുന്നത് നിനക്ക് എന്താ വേണ്ടത്. അപ്പോൾ അവൾ പറയാം, എനിക്ക് നിങ്ങളുടെ ജീവൻ എടുക്കണം, കാരണം എനിക്ക് എൻ്റെ റിവെഞ്ച് പൂർത്തിയാക്കണം, അത് പൂർത്തിയാക്കാതെ ഞാൻ നിങ്ങൾ വിടുന്നു നിങ്ങൾ വിചാരിച്ചോ എന്നൊക്കെ പറയുന്ന സമയത്ത് അവൻ പറയണം, അത്രയല്ലേ നിനക്കുള്ളൂ, എന്നാൽ അത് നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ഇവളൊരു വിധത്തിൽ കുറച്ചല്ലേ കുത്തി കാണുന്നത്. ഇവനാണെങ്കിൽ നല്ലപോലെ അമുക്കിയും കുത്തുക. അപ്പോഴേക്കും വന്നിട്ട് ഇവൻ്റെ അസിസ്റ്റൻറ്റും ബാക്കിയുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് ഇവളെ പിടിച്ചു മാറാൻ നിൽക്കുമ്പോഴേക്കും പറയണം, അവളെ ഒന്നും ചെയ്യണ്ട, എന്നെ കൊണ്ടുപോയാൽ മതി എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഇവളെ ഒന്നും ചെയ്യാതെ ഇവനെ എടുത്തുകൊണ്ട് ആ പാലസിലേക്ക് അവർ കൊണ്ടുപോകണം. പക്ഷെ കുത്തി കഴിയുന്ന സമയത്ത് നമ്മൾ ഷൂക്കിങ്ങിന് വന്നിട്ട് ഇവൻ വന്നിട്ട് ഇത്രയും അവളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യവും പെട്ടെന്ന് നമുക്കൊരു ഇത് വന്ന പോലെ കേട്ടോ, മനസ്സിനകത്ത് എന്തോ ഒരു സങ്കടം പോലെയൊക്കെ വരുന്നുണ്ട്. കാരണം അവൾ
ഭയങ്കരമായിട്ടായിരുന്നു സ്നേഹിച്ചത്. അതുകൊണ്ട് തന്നെ അവൾക്ക് മനസ്സിൽ ചെറിയൊരു രീതിക്കുള്ള വിഷമമൊക്കെ വരുന്നുണ്ട്. ഇനിയാണെങ്കിൽ അവനെ കൊണ്ടുപോയി പാലസിലാക്കിയതിന് ശേഷം ചികിത്സിക്കാൻ നോക്കുമ്പോഴാണെങ്കിൽ ഇവരാണെങ്കിൽ ഒട്ടും സമ്മതിക്കുന്നില്ല. ആരും എന്നെ ചികിത്സിക്കേണ്ട, എനിക്ക് എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെന്ന് ഇരിക്കട്ടെ. അസിസ്റ്റൻറ്റ് കുറേ പറഞ്ഞു നോക്കുന്നെങ്കിലും ഇവൻ സമ്മതിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഇവള് വന്നിട്ട് ആ ഒരു പാലസിനകത്തോട്ട് കയറി വരികയാണ്. അപ്പോൾ ആ സമയത്ത് ആ ഒരു അസിസ്റ്റൻറ്റ് പറയുകയാണ്, മാഡം നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് ചികിത്സിക്കാൻ നോക്കാൻ പറയാം കേട്ടോ, കാരണം ഇവളൊരു ഡോക്ടറാണല്ലോ. അത് വെച്ചിട്ടാണ് ഈ ഒരു അസിസ്റ്റൻറ്റ് പറയുന്നത്. അപ്പോൾ ഇവള് ചോദിക്കണം, അല്ല ഞാൻ എങ്ങനെ ഷൂക്കിംഗ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ചോദിക്കുന്ന സമയത്ത് ഇവൻ പറയണം, ഓൾറെഡി ഷെന്നിനെ അറിയായിരുന്നു നിങ്ങൾ വന്ന് ഷൂക്കിംഗ്, അത് അറിഞ്ഞുകൊണ്ടാണ് നിങ്ങൾ കൂടെ പുറത്ത് വന്നത്, അത് ആൾ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അപ്പോഴാണ് ഷൂക്കിങ്ങിന് എല്ലാ കാര്യം മനസ്സിലാവുന്നത്, അതുകൊണ്ടാണ് ഇവളുടെ അടുത്ത് ഇത്രയും ക്ലോസ് ആയിട്ട് സംസാരിച്ചതെന്നൊക്കെ. അപ്പോൾ ഇവൾക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഭയങ്കര പശ്ചാത്താപമാവുക. അപ്പോൾ ഇവള് തന്നെ ഇവന് ചികിത്സിക്കാൻ പോകുന്ന സമയത്ത് ഇവൻ സമ്മതിക്കത്തില്ല കേട്ടോ. അപ്പോൾ ഇവൻ പറഞ്ഞൊന്നും കേൾക്കാതെ ഇവള് വന്ന് ഇവന് ചികിത്സിച്ചിട്ട് ഇപ്പോൾ ഉറങ്ങിപ്പോവും. അപ്പം മരുന്ന് അവളുടെ വായ കൊണ്ട് തന്നെ അവന് കൊടുക്കുകയും ചെയ്യണം. ഇനി ആ പ്രൈം മിനിസ്റ്റർ മോൾ ഓൾറെഡി മയങ്ങിയായിരുന്നല്ലോ, നല്ല രീതിക്കുള്ളൊരു മയക്കുമരുന്നായിരുന്നു. അതുകൊണ്ട് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് ആ പെണ്ണ് എണീറ്റത്. അപ്പോൾ എണീക്കുന്ന സമയത്താണെങ്കിൽ പ്രൈം മിനിസ്റ്ററുടെ ഒരു ഏലക്കാരി ഉണ്ട് കേട്ടോ. അവർ വന്നിട്ട് പറയുകയാണ്, ഇങ്ങനെ എന്തോ ഒരു ഇഞ്ചുറി ആ ഒരു കരയിൽ വെച്ചിട്ട് സംഭവിച്ചിട്ടുണ്ട്, പക്ഷെ അതെന്താണെന്ന് ആർക്കും അറിയത്തില്ല എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇവളുടെ മനസ്സിൽ പോകുന്ന കാര്യം, ഇനി ഒരുപക്ഷെ ആ ഒരു ഇഞ്ചുറി ടൈഗർ ടോക്കണായിട്ട് റിലേറ്റ് ആയിട്ടുള്ള വല്ലതും ആണോ, എന്തുവരെയും കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ട് ഇവങ്ങനെ ഉറങ്ങിക്കിടക്കുക. ആ ഒരു മരുന്നെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അവൻ്റെ അടുത്ത് ചെന്നിരിക്കും കേട്ടോ. എന്നിട്ടാണെങ്കിൽ ഒരു ലക്ഷണമൊന്നും ഇല്ലാന്ന് വെച്ചാൽ അവൾ എണീറ്റ് പോകാൻ നിൽക്കുന്ന സമയത്ത് ഇവൻ എന്തൊക്കെയോ പിച്ചും പെയ്യും ഉറക്കത്തെ പറയുന്നു. നോക്കുമ്പോൾ ഇവൻ പറയുന്നത് മൊത്തം നമ്മുടെ ഷൂക്കിങ്ങിൻ്റെ അടുത്ത് ഓട്, നീ രക്ഷപ്പെടും, നിൻ്റെ ഐഡൻറ്റിറ്റി ആരെങ്കിലും അറിയും, ഇങ്ങനെയൊക്കെ ഇവൻ വിളിച്ച് പറയും സ്വപ്നത്തിൽ. അപ്പോൾ ഇവൾക്ക് ആകെ ഡൗട്ട്, ഇനി ഒരു പക്ഷേ ഈ ഷൂക്കിങ്ങിനെ ഇവൻ രക്ഷപ്പെടുത്താൻ നോക്കുന്നതിൻ്റെ മെയിൻ കാര്യം അവളുടെ കയ്യിലാണോ ഇനി ടൈഗർ ടോക്കൺ എന്നുള്ളൊരു ഡൗട്ട് നമ്മുടെ ഈ ഒരു പ്രൈം മിനിസ്റ്റർ മോൾക്ക് വരാം കേട്ടോ. അപ്പോൾ അവളാണെങ്കിൽ അത് കൺഫേം ചെയ്യാനായിട്ട് പോവാണ്. ഈ ഒരു സെയിം ടൈമിൽ ആ ഒരു ഹട്ടിക്ക് വന്ന് ഷൂക്കിങ് വന്നിട്ടുണ്ട്. അപ്പം മിങ് ഓൾറെഡി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയണം, ഞാൻ ഓൾറെഡി എല്ലാ കാര്യങ്ങളും അറിഞ്ഞായിരുന്നു, പിന്നെ നീ എന്തായാലും സേഫായിട്ട് എത്തിയില്ലേ എന്നൊക്കെ പറയാം. അപ്പോൾ ഷൂക്കിങ് ചോദിക്കുന്ന കാര്യം, സത്യം പറയാം നിങ്ങൾ തന്നെയായിരുന്നോ 3 വർഷം മുമ്പ് എൻ്റെ കൂടെ ഈ ഒരു ഹട്ടിലുണ്ടായിരുന്നു ചോദിക്കുന്ന സമയത്ത് മിങ് ചോദിക്കുന്നത്, അതിനിപ്പോൾ എന്തോ സംശയം, ഇനി ആ ഷെന്നെങ്ങാനും നിൻ്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞ് നിൻ്റെ മനസ്സൊക്കെ മാറ്റിയോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അവളില്ല, ഞാൻ ചുമ്മാ ചോദിച്ചതെന്ന് പറഞ്ഞിട്ടും ഇവരിയ്ക്കുക കേട്ടോ. എന്നിട്ടാണെങ്കിൽ ഇവൾ പറയുകയാണ്, ഞാൻ ശരിക്കും പറഞ്ഞാൽ അവനെ കുത്തിയതാണ്, പക്ഷെ എന്തോ ചെയ്യാനാ, അവൻ്റെ ഒരു ഭാഗ്യം നോക്കണേ, അവൻ രക്ഷപ്പെട്ടു, ഇങ്ങനെയൊക്കെ പറയാം. അപ്പം മിങ് പറയണേ, ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ നിൻ്റെ കൂടെ ഹെൽപ്പിന് ഞാനും വരാമെന്നൊക്കെ പറയാം. അപ്പോൾ ഇവൾക്കാണെങ്കിൽ ഓൾറെഡി മനസ്സിലൊരു ഡൗട്ടായി, മിങ്ങിൻ്റെ മേലെ ചെറിയൊരു ഡൗട്ട് സ്റ്റാർട്ടായി. അപ്പോൾ ഇവൻ ചോദിക്കുവാണ്, നിനക്ക് ഷെന്നിനെ പേടിയുണ്ടോ എന്ന് ചോദിക്കട്ടോ. അപ്പോൾ ഇവൾക്ക് ഓൾറെഡി ഇവൻ്റെ മേലെ ഡൗട്ട് സ്റ്റാർട്ടായിട്ടുള്ളൂ. പറയാം, ആ ഇവിടുത്തെ വന്നിട്ട് വൈൽഡായിട്ടുള്ള ബീസ്റ്റുകളെ പോലും പേടിക്കാത്ത എനിക്കാണോ അവനെ പേടിയെന്ന് പറയാം കേട്ടോ. അപ്പം മിങ് പറയാം, എനിക്ക് അപ്പോഴേ അറിയാം നീ ഭയങ്കര ബ്രേവ് ആണെന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ ഇവൾ മനസ്സിലായിരിക്കാം, എനിക്ക് ആ വൈൽഡായിട്ടുള്ള ആ ബീസ്റ്റുകളൊക്കെ പേടിയാന്നുള്ള കാര്യം 3 വർഷം മുമ്പ് ഇവളുടെ കൂടെ ഉണ്ടായിട്ടുള്ളത് ഷെന്നാണല്ലോ, അവനറിയാം, പക്ഷെ ഇവനറിയത്തില്ല. അപ്പോൾ ഇതിനെ പറ്റി ഇവൾ ആലോചിക്കും, അപ്പോൾ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്കും ഇതിൻ്റെ ഇടയിലുണ്ടെന്നല്ലോ എന്ന്. ഇനി പിറ്റേന്ന് രാവിലെ ആവുന്ന സമയത്ത് പെട്ടെന്ന് എന്ത് സംഭവിച്ചെന്ന് അറിഞ്ഞൂടാ, നമ്മുടെ ഷെന്നിൻ്റെ ഗ്രാൻഡ്മയ്ക്ക് വയ്യാതാവും കേട്ടോ. അപ്പോഴാണെങ്കിൽ ഡോക്ടേഴ്സ് പലരും വന്ന് നോക്കി പോകുന്നെങ്കിലും ആർക്കും ഇതെന്താ സംഭവം എന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മുടെ ജനറൽ അസിസ്റ്റൻറ്റ് പറയണം, നമുക്കൊരു കാര്യം ചെയ്യാം, ഷൂക്കിങ്ങിനെ വിളിച്ച് വരുത്താം എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഷെന്നി പറയണം, അതിൻ്റെ കാര്യമൊന്നുമില്ല, അവളിപ്പോൾ എവിടെയെങ്കിലും പോയിട്ട് സുഖമായിട്ട് ജീവിക്കട്ടെ, അവൾ ഇനി തിരിച്ചു വന്നാൽ അവളുടെ ജീവൻ അപകടം, അല്ല അവൾക്ക് എന്തെങ്കിലും പറ്റുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് പറ്റില്ല, എന്തുമായാലും അവളെ വിളിക്കേണ്ടെന്ന് പറയുകയാണ് കേട്ടോ. ഇനിയാണെങ്കിൽ അതുകൊണ്ട് തന്നെ വേറെ നല്ല ഡോക്ടേഴ്സ് ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി പോസ്റ്ററൊക്കെ ഒട്ടിക്കുക. അത് വന്നിട്ട് നാട് മൊത്തം ഒട്ടിക്കുന്നതുകൊണ്ട് തന്നെ ഇത് വന്ന് ഷൂക്കിങ്ങിൻ്റെ കണ്ണിൽ വിടുക. ഷൂക്കിങ്ങിനാണെങ്കിൽ ഗ്രാൻഡ്മ ഇങ്ങനെ ഒട്ടും വയ്യാതെ കിടക്കുവാണ്, ഇവൾക്കാണെങ്കിൽ പോയിസണൊക്കെ ചികിത്സിക്കാൻ അറിയാമല്ലോ. അതുകൊണ്ട് അവൾ തന്നെ വേഷം മാറി ഒരു നാടോടി പെണ്ണിൻ്റെ രൂപത്തിൽ അങ്ങോട്ട് വരുവാണ് കേട്ടോ. വരുന്ന സമയത്ത് ഓൾറെഡി നമ്മുടെ മിങ്ങിൻ്റെ കയ്യിലുള്ള ആ ഒരു ജെയ്ഡ് പെൻഡൻ്റ് ഉണ്ടല്ലോ, ഡൗട്ട് തീർക്കാനായിട്ട് ഇവൾ ചോദിച്ച് വാങ്ങിച്ചിട്ടാണ് കൊണ്ടുവരുന്നത്. ആ ഒരു പെൻഡൻറ്റ് വന്നിട്ട് അവിടെ വന്നിട്ട് ഈ ഒരു ഗ്രാൻഡ്മയുടെ അടുത്തേക്കുന്നൊരു വേലക്കാരി ഒരു ചേച്ചിയുണ്ട്, കുറച്ച് എന്ന് വെച്ചാൽ അവിടെ കുറച്ച് വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ചേച്ചിയാണ്. അപ്പോൾ അവരുടെ കയ്യിൽ കാണിച്ചിട്ട് പറയുകയാണ്, ഇത് ആരുടെയാണ്, എനിക്കിത് വഴിയിൽ നിന്ന് കിട്ടിയതാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൈസിനെ കാണിക്കുമ്പോൾ അവർ പറയാം, ഇത് വന്നിട്ട് ഇവിടെ 2 പേരുണ്ട്, ഷെന്നും അതുപോലെ മിങ്ങും, 2 പേർക്കും ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ടോക്കൺസ് ആണ്, അതുകൊണ്ട് ആരെയാണെന്ന് പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു ലേഡി വന്ന് ഇതെടുത്ത് നന്നായി നോക്കുക. അത് നോക്കുന്ന സമയത്ത് അത് ഇച്ചിരി പൊട്ടിയിട്ട് രണ്ടാമത് ഒട്ടിച്ചേക്കുന്നത്. അപ്പോൾ ഒരു പേരാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഷെന്നിൻ്റെ ആവാനാണ് ചാൻസ്, കാരണം ഷെന്നിന് ചെറുപ്പത്തിലുള്ള സമയത്തും അവൻ്റെ കയ്യിൽ നിന്ന് ഇത് പൊട്ടിപ്പോയായിരുന്നു, പിന്നെ ഒട്ടിച്ചിട്ടുണ്ട്, അതിൻ്റെ ഒരു തെളിവ് ഇതിനകത്തുണ്ട്, അവിടെ ഷെന്നിൻ്റെ എന്ന് പറയാം. ഇനിയാണെങ്കിൽ ഇവൾക്കിപ്പോൾ ആകെ മൊത്തത്തിൽ ഡൗട്ടായി, ടോക്കൺ 2 പേർക്കും സെയിം ഉണ്ട്, ഇപ്പോൾ പൊട്ടിയതാണ് ഷെന്നിൻ്റെ ആണെന്നൊക്കെയാണല്ലോ ഈ വേലക്കാരി ചേച്ചി പറഞ്ഞത്. അപ്പോൾ അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി മിങ്ങിൻ്റെ ടോക്കൺ തന്നെയാണോ ഇതെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി മിങ്ങിൻ്റെ റൂമിൽ കയറി തപ്പുക കേട്ടോ. തപ്പുന്ന സമയത്ത് മിങ്ങിൻ്റെ
പൊട്ടാത്ത ടോക്കൺ അവൻ്റെ ആ ഒരു പെട്ടിക്കകത്തിരിപ്പുണ്ട്. അപ്പോൾ ഇവൾ ആലോചിക്കുവാണ് ഈ മിങ്ങിൻ്റെ കയ്യിൽ എന്തിനാണ് ഈ 2 ടോക്കൺ എന്ന് പറഞ്ഞ് ഇവളിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞത് മൊത്തം കള്ളമായിരുന്നു എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുവാണ്. ആ സമയത്ത് കറക്റ്റ് വന്നിട്ട് നമ്മുടെ മിങ് അങ്ങോട്ട് കയറി വരുന്നുണ്ട്. ഇവളെ കാണരുതല്ലോ എന്ന് പറഞ്ഞിട്ട് ഇവൾ അവിടെ വിളിച്ച് നിൽക്കുക കേട്ടോ. ആ സമയത്ത് കറക്റ്റ് മിങ്ങിൻ്റെ അടുത്ത് സംസാരിക്കാനായിട്ട് വേറെ ആൾ വരിക. അത് വേറെ ആരുമല്ല, പ്രൈം മിനിസ്റ്റർ മോളാണ്. പ്രൈം മിനിസ്റ്റർ മോൾ വന്ന് കയറിയോണ്ട് ചോദിക്കുന്ന കാര്യം അറിയോ, നീ അപ്പോൾ ഷൂക്കിങ്ങിൻ്റെ പപ്പയെ കൊന്നല്ലേടാ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ മിങ് പറയാണ് നീ ഇതെന്തൊക്കെയാണ് പറയുന്നതെന്നും. അപ്പോൾ ഈ ഒരു പ്രൈം മിനിസ്റ്റർ മോള് പറയണം, ഞാൻ എല്ലാം എൻ്റെ കണ്ണോട് കണ്ടതാണ്. നീ പോയപ്പോഴേ എനിക്ക് നിന്നെ ഡൗട്ട് ഉണ്ടായിരുന്നു. നിന്നെ ഫോളോ ചെയ്ത് വന്നപ്പോഴേ ഞാൻ കണ്ടേ നീ അയാളെ കൊന്നതും പിന്നെ ഷെന്നിന് വേണ്ടി ട്രാപ്പ് വെച്ചതൊക്കെ എനിക്ക് മനസ്സിലായടാന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ മിങ് ചോദിക്കുകയാണ് നിനക്ക് എന്താ വേണ്ടത്, എന്താ കാര്യം ചെയ്യുന്ന സമയത്ത് ഈ പ്രൈം മിനിസ്റ്റർ മോള് പറയണം എനിക്കൊന്നുമല്ല, നിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് കൂട്ടാണ്, അത്രേ ഉള്ളൂ, വേറെ സ്പെഷ്യലായിട്ടുള്ള ഒന്നുമല്ല എന്ന് പറയുന്ന സമയത്ത് മിങ് ചോദിക്കണം എന്താ കാര്യം എന്നൊക്കെ ചോദിക്കണം. അപ്പോൾ ഈ ഒരു പ്രൈം മിനിസ്റ്റർ മോള് പറയുകയാണ്, അല്ല നീ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷൂക്കിങ്ങിനെ റിയലായിട്ട് സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് മിങ് പറയുകയാണ് ഇല്ല, ഞാൻ ശരിക്കും പറഞ്ഞാൽ ഷെന്നിന് വന്നിട്ട് എല്ലാ കാര്യങ്ങളും കിട്ടുന്നല്ലോ, അവൻ വന്ന് അവളെ സ്നേഹിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ അവളെ പിന്നാലെ നടക്കുന്നത്, അത് എനിക്ക് അവളുടെ മേൽ ഫീലിങ്സ് ഒന്നും ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയും. ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മാറി നിന്നുകൊണ്ട് നമ്മൾ ഷൂക്കിങ് ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇവൻ്റെ വായിൽ തന്നെ ഇവളുടെ ആണ് ആ ഒരു ടൈഗർ ടോക്കൺ എന്നുള്ള കാര്യം കൂടി ഈ ഒരു പ്രൈം മിനിസ്റ്റർ മോൾ അറിയാം. സത്യം പറഞ്ഞാൽ അവൾക്ക് അത് അറിയാൻ വേണ്ടിയാണ് അവൾ അതൊരു മിങ്ങിൻ്റെ അടുത്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻ ചെയ്തത് കേട്ടോ. മാത്രമല്ല അത് കഴിഞ്ഞ് മിങ്ങി ചോദിക്കണം എന്നാൽ നമുക്ക് എന്തിനാ കൂട്ടാവുന്നത്, നീ എൻ്റെ അടുത്ത് കൂട്ടാവാനായിട്ട് എന്തിനാ ട്രൈ ചെയ്യുന്നത് ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് അവൾ പറയണം ഞാനതിന് നിൻ്റെ അടുത്ത് എപ്പോഴാണ് കൂട്ടാവെന്ന് പറഞ്ഞേ, നിൻ്റെ വായന്ന് ടൈഗർ ടോക്കൺ ആരാന്ന് എനിക്ക് അറിയണമായിരുന്നു, അതിന് വേണ്ടി മാത്രമേ ഞാൻ നിൻ്റെ അടുത്ത് ചോദിച്ചത്, അല്ലാതെ സ്പെഷ്യലായിട്ടുള്ള ഒരു കാര്യമല്ല. മാത്രമല്ല എന്തായാലും അവളുടെ കയ്യിൽ ടൈഗർ ടോക്കൺ ഉണ്ടല്ലോ, ഇനിയിപ്പോൾ അതിനെപ്പറ്റി നോക്കാം, എനിക്ക് അത് മാത്രം അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇവള് പറയാണ് നീ സാധാ ഒരു കുക്കുമ്പേൻ്റെ മോനാ, മനസ്സിലായോ, നിന്നെ കൊണ്ട് എനിക്ക് എന്ത് യൂസ് ഉണ്ടാവാനെന്ന് ഇവനെ പുച്ഛിച്ച് സംസാരിച്ചിട്ടും അവിടെ നിന്ന് ആ ഒരു പ്രൈം മിനിസ്റ്റർ മോളെ ഇറങ്ങിപ്പോവാണ്. മിങ്ങിനാണെങ്കിൽ എന്തോ വേണമെന്നറിയാതെ, കാരണം അവൻ്റെ ഉള്ളിലുള്ള ആ ഒരു സത്യാവസ്ഥ ഇവളെ അറിയുകയും ചെയ്തു. ഇവള് സത്യം പറഞ്ഞാൽ ഇവനെ യൂസ് ചെയ്തിട്ട് പോയില്ല. അപ്പം അതിൻ്റെ ഒരു ദേഷ്യം കേട്ടോ. ഇനി അവിടെ നിന്ന് സീൻ കട്ടായി കഴിഞ്ഞാൽ നമ്മുടെ മിങ്ങൊക്കെ മാറുന്ന സമയത്തും നമ്മൾ ഷൂക്കിംഗ് ആണെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ട് എങ്ങനെയൊക്കെയോ പോകാനായിട്ട് വരുമോ. ആ സമയത്തും കറക്റ്റ് ഇവളുടെ ഫ്രണ്ടിൽ വന്ന് പ്രൈം മിനിസ്റ്റർ മോളും അതുപോലെ തന്നെ അവളുടെ ഒരു അസിസ്റ്റൻ്റ് പോലത്തെ ഒരാളുണ്ട് കേട്ടോ, അയാളും കൂടി വന്ന് നിൽക്കും കേട്ടോ. ഇനിയാണെങ്കിൽ ഇവളെ പിടിച്ചുകൊണ്ട് പോകാൻ നിൽക്കുന്ന സമയത്തും ഇവളാണെങ്കിൽ ഒരു പൊടിയുണ്ട്, മയക്കുന്നൊരു പൊടി, അത് എടുത്തിട്ട് നമ്മൾ ഷൂക്കിംഗ് വന്നിട്ട് ആ ഒരു പ്രൈം മിനിസ്റ്ററുടെ മുഖത്തിടുക, ആ പ്രൈം മിനിസ്റ്ററുടെ മോളുടെ മുഖത്തിടുക. അതുകൊണ്ട് അവൾ അവിടെ മയങ്ങി വീഴുക. പക്ഷെ മറ്റാൾ വന്ന് ഇവളെ ഫോളോ ചെയ്ത് പിന്നാലെ വന്നിട്ട് വാൾ വെച്ച് വെട്ടാൻ നിൽക്കുക. ആ സമയത്ത് കറക്റ്റ് വന്നിട്ട് നമ്മുടെ ഷെന്നിൻ്റെ അസിസ്റ്റൻറ്റും വന്നിട്ട് നമ്മൾ ഷൂക്കിങ്ങിനെ രക്ഷിക്കുക. ഷെന്ന് വന്ന് ഷൂക്കിങ്ങിനെ രക്ഷിക്കുമ്പോഴേക്കും ഷെന്നിൻ്റെ അസിസ്റ്റൻറ്റ് വന്നിട്ട് ആ മറ്റാളുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ട് അയാളെ കൊന്നു കളയുവാണ്. ഇനിയാണെങ്കിൽ ഇവളുടെ അടുത്ത് പറയുകയാണ് നീ ഇനി മേലാക്കാം ഈ ഒരു പാലസിൽ വരരുതെന്ന് പറയുന്ന സമയത്ത് ഇവളൊന്നും ഇണ്ടാതെ പോവാട്ടോ. അപ്പോൾ ജനറലി മനസ്സിലാക്കുന്ന കാര്യം എന്തുവായാലും എനിക്ക് ഒന്നേ ഉള്ളൂ, നീ രക്ഷപ്പെട്ടിരിക്കണം, നീ പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം, നിനക്കൊന്നും വരരുത്, എനിക്ക് അത്രയേ ഉള്ളൂ എന്ന്. ഇതേ സമയം ഈ ഗേറ്റിന് പുറത്ത് പോയാൽ നമ്മുടെ ഷൂക്കിങ് വിചാരിക്കുന്നത് ഞാൻ ഇത്രയും കാലം നിന്നെടുത്ത് തെറ്റ് ചെയ്തു, പക്ഷേ ഇനി ലാസ്റ്റായിട്ട് എനിക്കൊരു കാര്യം കൂടി ചെയ്യാണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ നിൻ്റെ മുന്നേ വരുമെന്നും പറഞ്ഞിട്ട് ഷൂക്കിങ് മനസ്സിൽ ആലോചിച്ചിട്ട് അവിടെ നിന്ന് പോവാണ്. ഈ സമയത്താണെങ്കിൽ ഓൾറെഡി നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോളുടെ കണ്ണിൽ ഇവളൊരു പൊടി ഇട്ടുകൊണ്ട് മയങ്ങി വീണില്ലേ, അവളാണെങ്കിൽ മയക്കുന്നത് എണീറ്റ് വിചാരിക്കുന്നത് എന്തുമായാലും ടൈഗർ ടോക്കൺ ഷൂക്കിങ്ങിൻ്റെ കയ്യിലുണ്ടെന്ന് അറിഞ്ഞല്ലോ, ഇത് വന്നിട്ട് പ്രൈം മിനിസ്റ്റർ അറിയിക്കാമെന്ന് പറഞ്ഞിട്ട് പോകാൻ നിൽക്കുമ്പോഴേക്കും മിങ് അങ്ങോട്ട് വന്നിട്ട് ഈ പെണ്ണിൻ്റെ കഴുത്തറുത്ത പെണ്ണിൻ്റെ കൊന്നുകളെ, വേറെ ഒന്നുമല്ല ഇവൾ അത്രയും പുച്ഛിച്ച രീതിക്കായിരിക്കും മിങ്ങിൻ്റെ അടുത്ത് സംസാരിച്ചത്. മിങ്ങിനാണെങ്കിൽ ഭയങ്കര ഈഗോ പാർട്ടി ആട്ടോ. അവനാണെങ്കിൽ അവൻ്റെ ഈഗോയിൽ തൊട്ട് കളിച്ചാൽ അവൻ ഒറ്റ മനുഷ്യനും വെച്ചുകൊണ്ടിരിക്കുക, അവൻ്റെ സ്വന്തം ചേട്ടനും തന്നെ വെച്ചുകൊണ്ടിരിക്കുന്നില്ല, പിന്നെ ഈ പെണ്ണിന് വെച്ചുകൊണ്ടിരിക്കത്തില്ല, അതുകൊണ്ട് അവളെ കൊന്നു കളയുവാണ്. അങ്ങനെ ഈ ഒരു വിവരം വന്ന് പ്രൈം മിനിസ്റ്ററുടെ മാൻഷനിൽ വന്ന് അറിയും കേട്ടോ. അപ്പോൾ പ്രൈം മിനിസ്റ്ററുടെ അടുത്ത് വന്ന് പറയുന്നത് വന്നിട്ട് ഇവളിങ്ങനെ നദിയിൽ വീണ് മരിച്ചെന്നാണ്. ആ സമയത്ത് കറക്റ്റ് പ്രൈം മിനിസ്റ്ററെ കാണാൻ ഒരാൾ വന്നിട്ടെന്ന് പറയുന്നുണ്ട്. അയാൾ ചെന്നിരുന്ന് സംസാരിക്കാൻ നിൽക്കുക കേട്ടോ. അത് വേറെ ആരുമല്ല, നമ്മുടെ മിങ്ങാണ് കേട്ടോ. അപ്പോൾ മിങ് പറയുകയാണ് സത്യം പറഞ്ഞാൽ പ്രൈം മിനിസ്റ്റർ നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ, പാരീസിനകത്ത് നിങ്ങളുടെ അടുത്ത് പറഞ്ഞ് നദിയിൽ വീണ് മരിച്ചതല്ല, അങ്ങനെയൊന്നുമല്ല ഉണ്ടായത്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഷൂക്കിങ്ങിനെ കല്യാണം കഴിക്കാൻ വേണ്ടി നിങ്ങളുടെ മോളെ വന്നിട്ട് ഷെന്നിങ്ങനെ കൊന്നയാന്ന് പറയാം കേട്ടോ. അപ്പോൾ പ്രൈം മിനിസ്റ്റർ ചോദിക്കുകയാണ് അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട് നീ ഇതിപ്പോൾ എൻ്റെ ഒന്ന് പറയുന്നത് അതിന് എന്താ കാര്യം എന്ന് ഞാനൊന്ന് അറിയുന്നതിൽ തെറ്റുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്തും ഈ ഒരു മിങ്ങി ചെറുക്കൻ പറയാം വേറെ ഒന്നുമില്ല, എനിക്ക് വന്ന ആ ഷൂക്കിങ്ങിനെ ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ എനിക്ക് അവളെ കിട്ടണം അതിന് വേണ്ടിയിട്ടാണ്, മാത്രമല്ല എനിക്കാണെങ്കിൽ വേറൊരു കാര്യം വേണ്ട, അവളെ മാത്രം കല്യാണം കഴിച്ച് കിട്ടിയാൽ മതി, അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമോ എന്ന് ചോദിക്കുന്ന സമയത്തും ഈ പ്രൈം മിനിസ്റ്ററോ അതിന് തയ്യാറാവുകയാണ്. എന്നിട്ടാണെങ്കിൽ മിങ്ങ് നേരെ ചെല്ലുന്നത് നമ്മൾ ഷൂക്കിങ്ങിനാണ്. ഷൂക്കിംഗ് ആണെങ്കിൽ ആ ഒരു ഹട്ട് ഉണ്ടല്ലോ അവിടെ തന്നെ താമസിക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് ചെന്നിട്ടാണെങ്കിൽ ഇവൻ ഭയങ്കര പക്കാ ഡീസൻ്റ് പോലെ പെരുമാറുന്നത്. പക്ഷേ ഷൂക്കിങ്ങിന്
ഓൾറെഡി ഇവൻ്റെ എല്ലാ സത്യങ്ങളും അറിയാന്നുള്ള കാര്യമൊന്നും അവനിപ്പോൾ അറിയത്തില്ല കേട്ടോ. എന്നിട്ട് ചെന്നിട്ട് അവളടുത്ത് പറയണം, ഞാൻ നല്ലപോലെ ആലോചിച്ച് നോക്കി, ഇനിയിപ്പോൾ നിനക്ക് റിവെഞ്ച് എടുക്കണമെങ്കിൽ ഇനി എന്തായാലും അവൻ്റെ വൈഫായിട്ട് കയറാൻ പറ്റത്തില്ല. ഞാനൊരു വഴി കണ്ടുപിടിച്ചു, നീ എന്നെ കല്യാണം കഴിച്ചിട്ട് വാ, അപ്പോൾ നീ എൻ്റെ വൈഫായിട്ട് വന്ന് നിനക്ക് സുഖമായിട്ട് അവൻ്റെ അടുത്ത് റിവെഞ്ച് ചെയ്യാം, മാത്രമല്ല ഞാനും നിന്നെ ഹെൽപ്പ് ചെയ്യുമെന്നൊക്കെ പറയുന്ന സമയത്തും ഷൂക്കിങ്ങിന് വന്നിട്ട് സത്യം പറഞ്ഞാൽ വേറെ എന്തൊരു പ്ലാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവൾ പറയാം, ശരി ഞാൻ നിന്നെ കല്യാണം കഴിക്കാമെന്ന് മനസ്സോടെ പക്ഷെ സമ്മതിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു കണ്ടീഷൻ വെക്കുകയാണ്, വേറെ ഒന്നുമില്ല, ഞാൻ പ്രൈം മിനിസ്റ്ററുടെ മാൻഷനിൽ നിന്ന് തന്നെ ഒഫീഷ്യലായിട്ട് നിന്നെ കല്യാണം കഴിക്കുന്ന പോലെ കല്യാണം കഴിക്കാമെന്ന്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷൂക്കിങ്ങിൻ്റെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഇവന് വന്നിട്ട് ഷെന്നിന് വന്ന് ഈ ഫുൾ മുണ്ടയൊക്കെ ആകുമ്പോൾ ഈ വോൾഫിൻ്റെ പോലെ ഭയങ്കര മോൺസ്റ്റർ സ്വഭാവം വരുമല്ലോ. അങ്ങനെ വരാൻ കാരണം ഈ ഒരു പ്രൈം മിനിസ്റ്റർ അവനൊരു പോയ്സൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് കാരണം ഇങ്ങനെ വരുന്നത്. അപ്പോൾ അതിൻ്റെ മറുമരുന്ന് വന്നിട്ട് ഈ പ്രൈം മിനിസ്റ്ററുടെ കയ്യിൽ തന്നെ കാണത്തുള്ളൂ, വേറെ ആരെങ്കിലും കയ്യിൽ കാണത്തില്ല. അപ്പോൾ അത് എടുക്കുവാണെങ്കിൽ ഒരു ഗുളിക പോലെ സംഭവം, അതങ്ങ് വിഴുങ്ങി കഴിഞ്ഞാൽ അതങ്ങ് ശരിയാവുന്നേ ഉള്ളൂ. അപ്പോൾ അത് കിട്ടണമെങ്കിൽ ഇവള് വന്ന് പ്രൈം മിനിസ്റ്ററുടെ പാലസിൽ കയറി പറ്റണം. അപ്പോൾ അതിന് വേണ്ടിയാണ് അവൾ ഈ കാര്യം വന്നിട്ട് മിങ്ങിനടുത്ത് ആവശ്യം പറയുന്നത്. പക്ഷെ മിങ്ങിനത് അറിയത്തില്ല. അപ്പോൾ എന്നിട്ടാണെങ്കിൽ മിങ് വന്നിട്ട് ഇവളെ കൊണ്ടുപോയിട്ട് ആ പ്രൈം മിനിസ്റ്ററുടെ പാലസിലാക്കും. പ്രൈം മിനിസ്റ്ററും നമ്മൾ ഷൂക്കിങ്ങും തമ്മിൽ സംസാരം നടക്കും. അപ്പോൾ ഈ പ്രൈം മിനിസ്റ്റർ ചോദിക്കുവാണ്, നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും, നീ ആദ്യം ഷെന്നിൻ്റെ കൂടെ നിന്നേയല്ലയോ, ഇനിയിപ്പോൾ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ ഷൂക്കിങ് ഭയങ്കര ന്യായമായിട്ടുള്ളൊരു കാര്യം പറയാം, സത്യം പറഞ്ഞാൽ അവൻ്റെ അച്ഛനെ കൊന്നു കളഞ്ഞേ, അതിനുള്ള പ്രതികാരം എനിക്ക് തീർക്കണം, അതിന് വേണ്ടിയാണ്, അല്ലാതെ വേറെ ഒന്നുമല്ലെന്ന് പറയുന്ന സമയത്ത് ലാസ്റ്റ് പ്രൈം മിനിസ്റ്ററും അതിനങ്ങ് കൺവിൻസ് ആവുകയാണ്. ഇനിയാണെങ്കിൽ ഇവരുടെ പ്ലാനെല്ലാം ആക്ടിവേറ്റ് ചെയ്യണമല്ലോ. അതുകൊണ്ട് തന്നെ ഒരു ഡിന്നർ പോലൊരു സംഭവത്തിനെ പ്രൈം മിനിസ്റ്റർ വന്നിട്ട് നമ്മുടെ ഷെന്നിനെ വിളിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഷെന്നാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് ആ ഒരു ഡിന്നറെല്ലാം കഴിക്കുന്ന സമയത്ത് ഈ പ്രൈം മിനിസ്റ്റർ പറയുകയാണ്, നിനക്ക് നല്ലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്, കാരണം എനിക്ക് നഷ്ടപ്പെട്ടു പോയ എൻ്റെ മോളെ എനിക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ട്. അവൾ വന്നിട്ട് ട്വിൻ സിസ്റ്റർ പോലെയാണ്, നമ്മുടെ ആ ഒരു പ്രൈം മിനിസ്റ്റർ മോളിലെ അതിന് ട്വിൻ സിസ്റ്റർ പോലെ. അപ്പോൾ ആളെ വന്നിട്ട് നിൻ്റെ അനിയനെ ഞാൻ കല്യാണം കഴിപ്പിച്ച് കൊടുക്കാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് വിളിപ്പിക്കും കേട്ടോ. വരുന്നത് വന്നിട്ട് നമ്മുടെ ഷൂക്കിങ്ങും അതുപോലെ മിങ്ങും തമ്മിൽ കല്യാണം കഴിക്കുമെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ രണ്ടുപേരും ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മുടെ ഷെന്നാണെങ്കിൽ ഭയങ്കരമായിട്ട് ഷോക്കായിട്ട് നോക്കി നിൽക്കുവാണ്. ഈ ഒരു സീനോട് കൂടിയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് കൂടെ അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മാത്രമല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.